വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനൊരു ചെറിയ നാടൻ പാട്ടുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ പാട്ടുകാരിയൊന്നും അല്ല, സംഗീതം പഠിച്ചിട്ടുമില്ല. എന്നാലും എനിക്കിന്ന് അത്രയധികം സന്തോഷമുള്ള ദിവസമാണ്. സന്തോഷം കൂടുമ്പോൾ എത്ര പാട്ടറിയാൻ പാടില്ലാത്തവരും ഒന്ന് പാടിപ്പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നത്. ശരി. പുള്ളിമാൻ മിഴിവള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. പുള്ളിമാൻ മിഴിവള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. കന്നി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ, നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ. കന്നി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ, നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ. അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ, എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ. അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ, എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ. കാട്ടുരാജൻ്റെ പുത്രിയാണെന്നോർക്കണം വേട, കാട്ടിലെ മലവേട നിന്നുടെ പത്നിയാവാനോ. കാട്ടുരാജൻ്റെ പുത്രിയാണെന്നോർക്കണം വേട, കാട്ടിലെ മലവേട നിന്നുടെ പത്നിയാകാനോ. കാട്ടുരാജൻ്റെ പുത്രിയാണേലും കാട്ടു പെണ്ണല്ലേ, കൂട്ടിരിക്കുവാൻ തോഴിയായൻ കൂടെ പോരാമോ. കാട്ടുരാജൻ്റെ പുത്രിയാണേലും കാട്ടു പെണ്ണല്ലേ, കൂട്ടിരിക്കുവാൻ തോഴിയായൻ കൂടെ പോരാമോ. പുള്ളിമാൻ മിഴിവള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. ഇനി എൻ്റെ അതിമനോഹരമായിരുന്നു. ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാ പാടിയെന്ന് കൂടി പറയണം. ഇനി എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം കേൾക്കണ്ടേ? അതൊരു ചെറിയ ഫ്ലാഷ് ബാക്കാണ്. 20 വർഷമായിട്ട് BP-ക്കും 18 വർഷമായി പ്രമേഹത്തിനും അലോപ്പതി ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ പിന്നിടുന്തോറും എൻ്റെ ഡോക്ടർ ടാബ്ലറ്റ്സിൻ്റെ എണ്ണവും ഡോസും കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 15 വർഷമായപ്പോഴേക്കും എൻ്റെ അസുഖങ്ങൾ കുറയുന്നതിന് പകരം പുതിയ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പുതിയതായി കൊളസ്ട്രോളിൻ്റെയും ഫാറ്റി ലിവറിൻ്റെയും കൂടി ഗുളികകൾ കഴിക്കുവാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും എൻ്റെ ശരീരക്ഷീണം കൂടിക്കൂടി വന്നു. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത വിധം കൈകാൽ കഴപ്പും വേദനയും കണ്ണിന് വരൾച്ചയും ഉറക്കക്കുറവ്, കൈകാൽ നഖങ്ങൾക്കെല്ലാം കറുത്ത ഫംഗസ് അറ്റാക്ക് ഇവയെല്ലാം പിടിപെട്ടു. അതോടെ മനസ്സമാധാനവും നഷ്ടമായി. അങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നപ്പോൾ ഒരു ദൈവനിയോഗം പോലെ നമ്മുടെ നാരായണ മാഷിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കാണുവാനിടയായി. ഉടനെ തന്നെ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം യൂറിൻ തെറാപ്പി തുടങ്ങുവാനും തീരുമാനിച്ചു. ഫിലിം സ്റ്റാർ കൊല്ലം തുളസി സാർ വളരെ ആസ്വദിച്ച് രുചിയോടെ മൂത്രം കുടിക്കുന്ന ഒരു വീഡിയോ കണ്ടതുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നുമില്ലാതെ മൂത്രം കുടിച്ചു തുടങ്ങി. കിട്ടുന്ന മൂത്രം മുഴുവനും കുടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കുടിക്കുന്നതിന് പുറമെ മൂത്രം കണ്ണിലും മൂക്കിലും ഒഴിച്ചിരുന്നു. തലയിലും ശരീരത്തിലും മസാജ് ചെയ്ത് കുളിച്ചിരുന്നു. ദിവസവും പഴകിയ ഇളം ചൂടുള്ള മൂത്രത്തിൽ 2 കാലും കൈയും 15 നേരം മുക്കി വെച്ച് ഇരുന്നു. 2 ആഴ്ച കൊണ്ട് കൈകാൽ വേദന പാടെ മാറി. ഫംഗസ് അറ്റാക്ക് മാറി നഖം ക്ലിയർ ആകുവാൻ 6 മാസം എടുത്തു. പഴകിയ യൂറിൻ്റെ പ്രയോഗത്തിൻ്റെ ഗുരു കൊല്ലം തുളസി സാർ തന്നെ. ഇത്രയും പഴക്കമുള്ള എൻ്റെ പ്രമേഹം കുറയണമെങ്കിൽ മൂത്രത്തിന് പുറമെ സ്ട്രിക്റ്റ് ഡയറ്റ് കൺട്രോളും വേണമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം, പാല്, ബേക്കറി ഐറ്റംസ് ഇവയെല്ലാം പാടെ കുറച്ചു. കൂട്ടത്തിൽ
വല്ലപ്പോഴും മെഡിറ്റേഷനും യോഗയും ചെയ്തിരുന്നു. അതിശയമെന്ന് പറയട്ടെ, 11 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ അസുഖങ്ങളെല്ലാം കുറഞ്ഞു. ഗുളികകൾ ഓരോന്നായി നിർത്തി. പക്ഷേ BP കുറയാൻ പിന്നെയും 6 മാസം എടുത്തു. ഇപ്പോൾ BP ടാബ്ലറ്റ് നിർത്തി. BP ടാബ്ലറ്റ് നിർത്തുവാനുള്ള ധൈര്യം തന്നത് ശ്രീ സദാനന്ദൻ കാവൽപ്പുര സാറിൻ്റെ ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് മെസ്സേജാണ്. എൻ്റെ യൂറിൻ തെറാപ്പിക്ക് അവർ പോലും അറിയാതെ എന്നെ സ്വാധീനിച്ച കൊല്ലം തുളസി സാറിനോടും സദാനന്ദൻ സാറിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന 75 വയസ്സുകാരിയായ എനിക്കിപ്പോൾ ക്യാൻസറിനെയോ ഹാർട്ട് അറ്റാക്കിനെയോ അൾസമേഴ്സിനെയോ ഒരു രോഗത്തിനെയും ഒരു പേടിയുമില്ല. കാരണം ഈ വക രോഗങ്ങളെല്ലാത്തിനും ഉള്ള ഔഷധം ഞാൻ ഇപ്പോഴും 2 നേരം കുടിക്കുന്ന എൻ്റെ മൂത്രത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ സത്യങ്ങൾ നമ്മുടെ യങ്ങർ ജനറേഷൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ UT കുടുംബത്തിൽ ചേർന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഈ കുടുംബത്തിൻ്റെ നാഥനും നെടുന്തൂണുമായ നാരായണൻ സാറിനോടും പുതിയ ശാസ്ത്രീയമായ അറിവുകൾ നമ്മുടെ സാധാരണക്കാർക്ക് പറഞ്ഞു തരുന്ന അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ സാറിനോടും UT കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളുടെയും നടത്തിപ്പുകാരനായ സുന്ദർജിയോടും ബാലകൃഷ്ണൻ സാറിനോടും പേരറിയാത്ത ബാക്കി എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.